നമസ്കാരം. തോൽവിയിൽ നിന്ന് തോൽവിയിലേക്ക് കൂപ്പുകുത്തി വീഴുകയാണ് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം. കോൺഗ്രസ് നേതാക്കൾക്ക് ഇപ്പോൾ നീയാണ് തോൽവിക്ക് പ്രധാന ഉത്തരവാദി എന്ന് പറഞ്ഞുകൊണ്ട് തമ്മിൽ തല്ലി നടക്കാനേ സമയമുള്ളൂ. പുറത്ത് മാത്രം ഒറ്റക്കെട്ടായി മാധ്യമങ്ങളുടെ മുന്നിൽ അഭിനയിക്കുമെങ്കിലും കോൺഗ്രസിന്റെ അകത്ത് ആർക്കും ഒരു വിലയുമില്ല. അതുകൊണ്ടാണ് ഓരോ ദിവസവും കൊഴിഞ്ഞുപോക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മല്ലികാർജുന ഖാർഗെ, രാഹുൽ ഗാന്ധിയോ സോണിയാഗാന്ധിയോ പോലും ഒരു വില നൽകുന്നില്ല. വയനാട് തെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധി നാമനിർദ്ദേശക പത്രിക സമർപ്പിക്കാൻ വന്നപ്പോൾ നമ്മൾ കണ്ടതാണ്. മല്ലികാർജുന ഖാർഗെ പുറത്തു നിർത്തിയിട്ടാണ് പ്രിയങ്ക ഗാന്ധിയും സോണിയയും കൂടെ നാമനിർദ്ദേശക പത്രിക സമർപ്പിച്ചത്. മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ വൻ തകർച്ചയിൽ മുഖം നഷ്ടമായതോടെ കോൺഗ്രസ് നേതാവ് കെ വേണുഗോപാലിന് രാഹുൽ ഗാന്ധി കുടുംബത്തിൽ ഒരു വിലയും ഒരു സ്വാധീനവും ഇപ്പോൾ ഇല്ല. ഇതെല്ലാം കുറഞ്ഞു തുടങ്ങുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ. ഇനി കേരളത്തിലേക്ക് മടങ്ങി വന്ന് അടുത്ത തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി മത്സരിക്കും, അല്ലെങ്കിൽ ഒരു പ്രവർത്തനം തുടങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ. പുതിയ ലോക്സഭാ എം ആയി പാർലമെന്റിൽ ആദ്യമായി എത്തുന്ന പ്രിയങ്ക ഗാന്ധിയുടെ ഫോട്ടോ മൊബൈൽ ഫോണിൽ രാഹുൽ ഗാന്ധി എടുക്കുന്നതിന്റെ വീഡിയോ കൂടിയാണ്. ആ വീഡിയോ കാട്ടിയാണ് കെ സി വേണുഗോപാലിനെതിരെ വിമർശനവും പരിഹാസവും നിറഞ്ഞത്. പ്രിയങ്കയ്ക്കൊപ്പം ഫോട്ടോയിൽ പോസ്റ്റ് ചെയ്യാൻ കോൺഗ്രസ് നേതാക്കളുണ്ട്. അവരിൽ ചിലർ കെ വേണുഗോപാലിനെ പ്രിയങ്കയ്ക്കൊപ്പം നിൽക്കാൻ വിളിക്കുന്നത് വീഡിയോയിൽ കേൾക്കാം. പക്ഷേ വേണുഗോപാൽ ചെല്ലാൻ കൂട്ടാക്കാതെ മടിയോടെ നിൽക്കുന്നതും ആ വീഡിയോയിൽ എടുത്തു കാണാൻ സാധിക്കും. ഫോട്ടോ എടുക്കുന്ന രാഹുൽ ഗാന്ധി വേണുഗോപാലിനെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഈ വീഡിയോ പങ്കുവെച്ചുകൊണ്ടാണ് വേണുഗോപാലിന് ഗാന്ധി കുടുംബത്തിൽ സ്വാധീനം നാൾക്കുനാൾ കുറഞ്ഞുകൊണ്ടുവരുന്നു എന്ന രീതിയിൽ വിമർശനങ്ങൾ ഇപ്പോൾ ഉയർന്നു വരികയാണ്. മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് ഗതി കിട്ടാതെ തരത്തിൽ തോറ്റ് തുന്നം പാടി. രാഹുൽ ഗാന്ധി പ്രചാരണം നടത്തി മണ്ഡലങ്ങളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ തോൽവി ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 101 സീറ്റുകൾ മത്സരിച്ച കോൺഗ്രസിന് ആകെ 16 സീറ്റുകളിൽ മാത്രമാണ് വിജയം നേടാനായത്. മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാഡി അധികാരത്തിൽ തിരിച്ചെത്തുമെന്ന പ്രതീക്ഷ കോൺഗ്രസ് സഖ്യകക്ഷികൾക്കുള്ളിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഫലം പുറത്തു വന്നപ്പോൾ എല്ലാവരും ഒന്നൊന്നരം ഞെട്ടലോടെ ഞെട്ടി. മാത്രമല്ല, നാണം കെട്ട തോൽവിയെ തുടർന്ന് മഹാവികാസ് അഘാഡിയിൽ നിന്നും പുറത്തു പോകാൻ ഒരുങ്ങുകയാണ് ഉദ്ധവ് താക്കറെ. ഇതിനു മുമ്പ് ഹരിയാനയിലും ജമ്മു കാശ്മീരിലും കോൺഗ്രസ് നാണം കെട്ട വിധം തോറ്റിരുന്നു. ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ ചുക്കാൻ പിടിക്കുന്ന പ്രധാന നേതാക്കളിൽ ഒരാളാണ് കെ വേണുഗോപാൽ. ഇദ്ദേഹത്തിന്റെ കാലത്ത് കോൺഗ്രസ് എന്ന സംഘടനയുടെ സംഘടനാ ചട്ടക്കൂട് ദുർബലമാവുന്നുവെന്ന പരാതി ശക്തമാവുകയാണ്. മഹാരാഷ്ട്രയിൽ കേന്ദ്ര, സംസ്ഥാന, ലോക്കൽ നേതാക്കൾ തമ്മിലുള്ള മാനസിക ഐക്യം കുറവായിരുന്നുവെന്ന് പറയപ്പെടുന്നുണ്ട്. വാസ്തവത്തിൽ സംഘടനയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ പ്രചാരണങ്ങൾ ആസൂത്രണം ചെയ്യേണ്ടതും താഴെത്തട്ടിൽ വേണ്ട പരിപാടികൾ നടപ്പിലാക്കേണ്ടതും വേണുഗോപാലിന്റെ ചുമതലയാണ്. ഇതിൽ അദ്ദേഹം തികഞ്ഞ പരാജയമായിരുന്നുവെന്നാണ് മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് നേതാക്കൾ പരാതിപ്പെടുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയെ 10 ഭാഗങ്ങളായി തിരിച്ച് ഓരോ മേഖലയിലും ഓരോ നേതാക്കൾക്ക് ചുമതല നൽകിയിരുന്നു. പക്ഷെ ഇവർ ആരും താഴെത്തട്ടിൽ പ്രവർത്തിച്ചില്ല എന്ന പരാതിയുണ്ട്. അവരെ പ്രവർത്തന മണ്ഡലത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ വേണുഗോപാൽ പരാജയപ്പെട്ടുവെന്നും കോൺഗ്രസിന്റെ അംഗബലം കൂട്ടുന്നതിലും താഴെത്തട്ടിലുള്ള സംഘടനാ സ്വാധീനം ശക്തിപ്പെടുത്തുന്നതിലും വോളണ്ടിയർമാരെ പ്രവർത്തന സജ്ജമാക്കുന്നതിലുമെല്ലാം വേണുഗോപാൽ ശുദ്ധ പരാജയമാണെന്ന മഹാരാഷ്ട്രയിലെ കോൺഗ്രസ് നേതാക്കൾ തന്നെ ഓരോന്നായി പറയുന്നുണ്ട്. പക്ഷെ രാഹുൽ ഗാന്ധിയുമായുള്ള അടുപ്പമാണ് ഇപ്പോഴും വേണുഗോപാലിന്റെ സ്ഥാനത്തിനും പദവിക്കും ഒരു കോട്ടം തട്ടാതെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. ജ്യോതിരാദിത്യ സിന്ധു, മിലൻ ദിയോറ, RPN സിംഗ് തുടങ്ങിയ സമർത്ഥരായ നേതാക്കൾ കോൺഗ്രസിലുണ്ടായിരുന്നു. ഇവരെല്ലാം പാർട്ടി വിട്ട് BJP എന്ന പ്രസ്ഥാനത്തിലേക്ക് ചേക്കേറി. വാസ്തവത്തിൽ രാഹുൽ ഗാന്ധിയും തന്നെക്കാൾ സ്മാർട്ടായ ഒരു നേതാവിനെ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് വാസ്തവമെന്നും ഒരു കോൺഗ്രസ് നേതാവ് ചൂണ്ടിക്കാണിച്ച് തെളിവ് സഹിതം പറയുന്നുണ്ട്. BJPയുമായി താരതമ്യം ചെയ്യുമ്പോൾ കോൺഗ്രസിന്റെ വളർച്ച സംഘടനാ തലത്തിൽ വളരെ സാവധാനമാണെന്ന അഭിപ്രായവും സീനിയർ കോൺഗ്രസ് നേതാക്കൾക്കുണ്ട്. മഹാരാഷ്ട്രയിലെ തോൽവിക്ക് ശേഷം സൺഡേ ഗാന്ധിയൻ ഉൾപ്പെടെ നിരവധി പത്രങ്ങളിൽ കെ വേണുഗോപാലിന്റെ നേതൃത്വത്തെ വിമർശിച്ച് ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു.